KFC വായ്പാ തട്ടിപ്പിലൂടെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച കേസിൽ PV അൻവറിനെ ED ഇന്നും ചോദ്യം ചെയ്യും. ഇന്നലെ 2 മണിക്കൂർ ചോദ്യം ചെയ്ത അൻവറിനെ വിട്ടയച്ചിരുന്നു. സ്വത്ത് സമ്പാദനം സംബന്ധിച്ച വ്യക്തത ലഭിച്ചില്ല എന്നാണ് ED പറയുന്നത്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഈ ED വ്യക്തമാക്കിയതുപോലെ തന്നെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിച്ചില്ല, അല്ലെങ്കിൽ വ്യക്തത ലഭിച്ചില്ല എന്ന് ED പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തതയ്ക്കാണോ ഈ PV അൻവറിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്? ഒരു അറസ്റ്റിനുള്ള സാധ്യതയുണ്ടോ നിഷ? അശ്വതി, ഇന്നലെ 12 മണിക്കൂറാണ് PV അൻവറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി സോണൽ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്തതിന് ശേഷം രാത്രി 9:45 വിട്ടയച്ചു. അറസ്റ്റിലേക്ക് പോകും എന്ന് സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്നലെ ED അറസ്റ്റിലേക്ക് കടന്നില്ല. പക്ഷേ വീണ്ടും അൻവറിനെ വിളിച്ചു വരുത്തി ED ചോദ്യം ചെയ്യും. പക്ഷേ അത് ഇന്നല്ല, എന്നാണ് എന്നുള്ള കാര്യം പിന്നീട് ED അറിയിക്കും. എന്തായാലും കൃത്യമായ, അതായത് ഈ KFC വായ്പാ തട്ടിപ്പ് കേസ് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് അൻവറിൽ നിന്നും വ്യക്തമായ മറുപടി EDക്ക് ലഭിച്ചില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും വീണ്ടും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരാൻ വേണ്ടി ED PV അൻവറിനെ വീണ്ടും ചോദ്യം ചെയ്യും. കഴിഞ്ഞ 5 വർഷം കൊണ്ട് അൻവറിൻ്റെ സ്വത്തിൽ വലിയ ഇരട്ടി, അതായത് നിലവിലുള്ള സ്വത്തിനേക്കാൾ എത്രയോ ഇരട്ടി വർധന ഉണ്ടായിട്ടുണ്ട്. കാരണം 2016 അൻവറിൻ്റെ ആസ്തി എന്ന് പറയുന്നത് 14 കോടിയാണെങ്കിൽ നിലവിലത് 64 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്രയധികം ആസ്തി അല്ലെങ്കിൽ സ്വത്ത് വർധനവ് എങ്ങനെ അൻവറിനുണ്ടായി എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ മറുപടി, അതായത് EDയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാനായിട്ട് അൻവറിന് കഴിഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇതിലൊക്കെ കൃത്യത വരുത്താനായിട്ട് വീണ്ടും ഒരു ചോദ്യം ചെയ്യലിലേക്ക് ED കടക്കുന്നത്. അൻവറിൻ്റെ KFCയിൽ നിന്നും പല രീതിയിൽ, അതായത് ഒരേ പ്രോപ്പർട്ടി വെച്ച് പല വായ്പകൾ അൻവർ നേടിയെടുത്തിട്ടുണ്ട്. ബിനാമി പേരുകളിലാണ് ഇത്തരത്തിൽ വായ്പകൾ നേടിയത്. ഇതിൽ അൻവർ EDയോട് സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, താൻ പലതവണ ഒരേ പ്രോപ്പർട്ടി വെച്ച് പല വായ്പകൾ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം അൻവർ സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും 5 വർഷം കൊണ്ട് അൻവറിൻ്റെ ആസ്തിയിലുണ്ടായ വർധന എങ്ങനെയാണ് എന്നതിലേക്കാണ് കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടത്. 22 കോടിയുടെ നിഷ്ക്രിയ ആസ്തി ഈ അൻവറുമായി ബന്ധപ്പെട്ട അൻവറുമായി ബന്ധപ്പെട്ട് KFCക്ക് ഉണ്ടായതായാണ് സൂചനകൾ. എന്തായാലും 14 കോടിയിൽ നിന്ന് ഈ 64 കോടിയിലേക്ക് എത്തിയത് ഇരട്ടി എന്ന് പോലും പറയാൻ പറ്റില്ല. എത്രയോ ഇരട്ടിയാണ് ഈ 14ഉം 64ഉം തമ്മിൽ. അതുകൊണ്ട് തന്നെ എന്താണ് ഇത്തരത്തിൽ സ്വത്തിൽ ആസ്തിയിൽ ഇത്തരത്തിലൊരു വർധനവുണ്ടായത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അൻവറിനെ ED വീണ്ടും ചോദ്യം ചെയ്യാനായി തയ്യാറെടുക്കുന്നത്. ഇതിനായി അൻവറിനെ വീണ്ടും വിളിച്ചു വരുത്തും എന്നുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. വീണ, അശ്വതി. നിഷ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ നിലമ്പൂർ ബൈ ഇലക്ഷനൊക്കെ ഇദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ചില നിർണായക വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. അധികം സ്വത്തൊന്നുമില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വാദമാണ് അദ്ദേഹം അന്ന് ഉന്നയിച്ചത്. ഇന്ന് അതേ PV അൻവറിന്റെ അക്കൗണ്ടിൽ 64 കോടി രൂപയാണുള്ളത്. ഇതെന്ത് ജാലവിദ്യയാണ് നിഷ? ഒപ്പം ഈ KFC വായ്പാ തട്ടിപ്പിൽ അദ്ദേഹത്തിന്റെ ഈ 2 വാദങ്ങളും അഴിയാക്കുരുക്കായി മാറുകയല്ലേ? ഒരു അറസ്റ്റിനുള്ള സാധ്യതയല്ലേ അവിടെ തെളിയുന്നത് നിഷ? അശ്വതി, അങ്ങനെ തന്നെയാണ്. കാരണം ഇന്നലെ ED ഒരു അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിരുന്നു. കാരണം നമുക്കറിയാം, ഇന്നലെ നീണ്ട 12 മണിക്കൂറുകൾ, രാവിലെ 11 മണിയോടുകൂടി കൊച്ചിയിൽ കടവന്ത്രയിലെ ED സോണൽ ഓഫീസിൽ അൻവർ ഹാജരായി. പിന്നീട് ഈ ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ അവസാനിച്ചത് രാത്രി 9:45 9:30 തന്നെ അൻവറിൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള തരത്തിൽ എത്തിയിരുന്നു. പിന്നീട് ഈ കാര്യത്തിലൊക്കെ ഒരു കൃത്യത വരാൻ വേണ്ടി ഇനിയും ചോദ്യം ചെയ്യൽ നടപടികളിലേക്കൊക്കെ കടക്കാനുള്ളത് കൊണ്ടാകണം ഒരുപക്ഷെ അറസ്റ്റിലേക്ക് നീങ്ങിയില്ല. എന്തായാലും ഉടൻ തന്നെ PV അൻവറിൻ്റെ അറസ്റ്റിലേക്ക് നീങ്ങുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ഈ KFC ഉദ്യോഗസ്ഥരുടെ മൊഴികളടക്കം രേഖപ്പെടുത്തിയിട്ടാണ് അൻവറിൻ്റെ ഒരു ചോദ്യം ചെയ്യലിലേക്ക് ED കടന്നത്. കാരണം പലതവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി അൻവറിനെ വിളിച്ച് വരുത്താനായുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നു, സമൻസ് അയച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും തന്നെ അൻവർ ഹാജരായിരുന്നില്ല. കാരണം ഇത്രയും അധികം സ്വത്ത് ഇരട്ടിയേക്കാൾ എത്രയോ കൂടുതൽ ഈ ഒരു 5 വർഷം കൊണ്ട് അൻവറിനുണ്ടായി. ഇക്കാര്യത്തിലൊക്കെ വ്യക്തമായ മറുപടി നൽകണം. അതുകൊണ്ട് തന്നെ ആവണം ഈ അൻവർ ഹാജരാവാതിരുന്നത്. എന്തായാലും ED പിന്നീട് അറസ്റ്റ് നടപടികളിലേക്കൊക്കെ കടക്കുമെന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയപ്പോഴാണ് ഇന്നലെ കൊച്ചിയിലെ ഓഫീസിൽ അൻവർ ചോദ്യം ചെയ്യലിന് ഹാജരായത്. എന്തായാലും എങ്ങനെയാണ് ഇത്രയധികം സ്വത്തുണ്ടായത്? KFCയിൽ നിന്നും ഒരേ പ്രോപ്പർട്ടി വെച്ച് പല ബിനാമി പേരുകളിൽ വായ്പ എടുക്കുകയും
ഒപ്പം തന്നെ ഇത്തരത്തിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുകയും ചെയ്തതായി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ.ഡി. അൻവറിൻ്റെ ചോദ്യം ചെയ്യലിലേക്കൊക്കെ പോയത്. എന്തായാലും കൃത്യമായ ഒരു വിവരം നൽകാൻ അൻവറിന് കഴിഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങളിൽ ഈ 5 വർഷം കൊണ്ടുണ്ടായ സ്വത്തിൻ്റെ വർധനവിൽ കൃത്യമായ ഉത്തരം അൻവറിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും ഒരു ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കാനൊരുങ്ങുന്നത്. അശ്വതി. എസ് നിഷ, കാര്യങ്ങൾ വ്യക്തമാണ്. KFC വായ്പാ തട്ടിപ്പിലൂടെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച കേസിൽ PV അൻവറിനെ ED ഉടൻ തന്നെ ചോദ്യം ചെയ്യും. അത്തരമൊരു വാർത്തയാണ് നിഷ ദിലീപ് പങ്കുവച്ചത്.